ഹലോ ഗായ്സ്, അപ്പം നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. കുറേ നേരം കൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എന്ത് കണ്ടൻറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് ഡേ ഇൻ മൈ ലൈഫ് കിട്ടിയത് കേട്ടോ. അങ്ങനെ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്ന് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വെച്ചു. ഞാൻ 7 മണിക്ക് എഴുന്നേറ്റു. അമ്മയുടെ വഴക്ക് ഇന്ന് ഞാൻ കേട്ടില്ല ഗൈസ്. അങ്ങനെ എഴുന്നേറ്റ് നേരെ എന്നിട്ട് കട്ടറൊക്കെ ഒന്ന് നീക്കിയിട്ട് ചുമ്മാ പ്രഹസനം. അത് കഴിഞ്ഞ് നേരെ താഴേക്ക് വന്നു. പിന്നെ പോയത് അക്വേറിയത്തിലേക്കാണ്. പാവങ്ങൾക്ക് കുറച്ച് ആഹാരം കൊടുക്കാമെന്ന് വെച്ച് നമ്മൾ മാത്രം കഴിച്ചാൽ പോരല്ലോ. അങ്ങനെ അവരെയൊക്കെ ഒന്ന് കണ്ടു നോക്കി. ഇനിയത്തെ എല്ലാ കളറും ഉണ്ട് ഗൈസ്. ഇനി ഏത് കളർ ഇടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഒടുവിൽ ഞാൻ ചിന്തിച്ചിരുന്നതിന് കിട്ടി ഫ്ലൂറസെൻ്റ് പച്ച. ഇനി അതും കൂടെ ഉണ്ടായിരുന്നല്ലോ വാങ്ങിക്കാൻ. പിന്നെ നേരെ അടുക്കളയിലേക്ക് പോയി. നല്ല വിശപ്പായിരുന്നു കേട്ടോ. അടുക്കളയിലെല്ലാം തുറന്നു നോക്കിയപ്പോൾ ദേ ഇരിക്കുന്നു മുന്തിരിങ്ങ. പിന്നെ അതും കഴുകി പറക്കി തിന്നു. കഴുകി തോന്നുന്നത്. കഴുകി എന്നിട്ട് അതും തിന്നിട്ട് നേരെ അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മ അവിടെ ഇരുന്ന് തയ്ക്കായിരുന്നു ഗൈസ്. അങ്ങനെ നേരെ അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മയെ ശല്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ദേണ്ടടാ ഫിറ്റ്നസ് സൈക്കിൾ. പിന്നെ അധികം 2 ചവിട്ടും ചവിട്ടി. അതിൻ്റെ ആഘാതത്തിൽ നല്ല വിശപ്പുമായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ പോയി അപ്പം കടലക്കറിയും കഴിച്ചു. ഇപ്പോൾ നിങ്ങൾ കണ്ടത് അമ്മ വിളിച്ച് പോടി വന്ന പൂച്ചസാറിനെയും കുഞ്ഞിനെയാണ് ഗൈസ്. അത് കഴിഞ്ഞ് അമ്മ ഞങ്ങൾക്ക് മീൻകറിയും ചക്കയൊക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ ഞാൻ അടുക്കളയിൽ നിന്ന് അമ്മയെ വെറുതെ ശല്യപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരാവശ്യമില്ല. അപ്പോഴാണ് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ട് മീനാക്ഷി വേഗം ഇറങ്ങി ഓടിക്കോ, ഞങ്ങളിത് വീടിൻ്റെ മുമ്പിലുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ അതെ ഗെറ്റ് റെഡി വിത്ത് മിക്ക് എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നിനും സമയം കിട്ടില്ല. എല്ലാം പെട്ടെന്നായിരുന്നു മക്കളെ. പിന്നെ അതേ ഏട്ടൻ്റെ ഡ്രൈവിങ്ങിന് കയറി. വേറൊരു ചേച്ചിയായിട്ട് ഓടിക്കുന്നത്. പാവത്തിന് ഞാൻ പിറകിൽ നിന്ന് തോണ്ടിയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു, എന്തിനാണോ എന്തോ. പിന്നെ അതേ കുറച്ച് പ്രഹസനമൊക്കെ കാണിച്ചു. പിന്നെ അതേ ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ ഞാൻ വീട്ടിലെത്തി. പിന്നെയും പാത്രങ്ങൾ പൊക്കി നോക്കുകയായിരുന്നു. എന്താണതിൽ വിശന്നിട്ട് കണ്ണാണാൻ വയ്യേ. ഇത് നിങ്ങളൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് തന്നെ കാണും. നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഡേ ഇൻ മൈ ലൈഫ് അല്ലാതെ വാട്ട് 8ൻ്റെ ഡേയും ഫുള്ള് കഴിക്കുന്നതാണല്ലോ കാണിക്കുന്നത്. അല്ല ഗൈസ്. പിന്നെ അവിടെ നിന്ന് പിന്നെയും മുന്തിരിങ്ങ തന്നെ കഴിച്ചു. അത് കഴിഞ്ഞ് അതിലും വിശപ്പ് മാറാതെ ഞാൻ ആപ്പിൾ എടുത്ത് പിന്നെയും കഴുകി തിന്നെയാണ്. കഴുകിയിട്ടൊക്കെ അത് കഴിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ചക്കയും കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ ചക്കയും മീൻകറിയും കഴിച്ചത്. അമ്മയെടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ ദേണ്ടടാ അമ്മ ക്യാമറയ്ക്ക് വാരി കൊടുക്കുന്നു. എനിക്കറിയാൻ പാടില്ല ഗൈസ് എന്തിനാണെന്ന്. അത് കഴിഞ്ഞ് പിന്നെ അമ്മയൊന്ന് മിനായം പോലെ ഒന്ന് കാണിച്ചു. ബിക്കോസ് അമ്മയ്ക്ക് ക്യാമറയുടെ മുമ്പിൽ വരാൻ നാണാണെന്നേ. അത് കഴിഞ്ഞ് സുഖമായിട്ട് ചക്കയും മീൻ കൂട്ടാനും ഒക്കെ കഴിച്ചിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാതിരിക്കുകയാണ്. ഞാൻ ഷോർട്സ് വന്നിട്ടുണ്ട് കേട്ടോ, എല്ലാവരും കയറി കാണണേ. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും ജസ്റ്റ് ഒരു പ്രഹസനത്തിന് വേണ്ടി ആ സൈക്കിളിൽ കയറി ഒന്ന് ചവിട്ടി. അത് കഴിഞ്ഞ് കുളിച്ച് റെഡിയായി വന്ന് ഞാൻ വിളക്ക് എത്തിക്കുകയാണ് ഗൈസ്. അപ്പോഴാണ് അച്ഛൻ്റെ പുറത്ത് പോയിട്ടല്ല, അച്ഛൻ അലിൻ്റെ എന്ന് പറഞ്ഞ കമ്പനിയിലാട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ പോയിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ഉഴുന്നുവട കൊണ്ടുവന്നു. ഉഴുന്നുവട മക്ക അത് കഴിച്ചു. അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോകാനായിട്ടുള്ള റെഡി ആയിട്ടിരിക്കുകയാണ് ഗൈസ്. അമ്പലത്തിൽ പോകാനായിട്ട് എന്നിട്ട് ചുമ്മാ ക്യാമറ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു ഷോ കാണിക്കാമെന്ന് വിചാരിച്ച് ജസ്റ്റ് 2 കറക്കമൊക്കെ കറങ്ങി. അത് കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോയി. അവിടെ ചെന്ന് കൂവളത്തല കേട്ടോ, മഹാദേവൻ്റെ അമ്പലമാണ്. അപ്പോൾ കൂവളത്തലയൊക്കെ ഇങ്ങനെ കെട്ടാനായിട്ട് ഞങ്ങൾ വേർതിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ നന്നായിട്ട് മാല കിട്ടും. അപ്പോൾ അമ്മ മാല കെട്ടാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്ത് വെച്ചു. അമ്മ നന്നായിട്ട് കിട്ടുന്നുണ്ടോ, നല്ല അടക്കമ്പോൾ മാല കെട്ടും. അത് കഴിഞ്ഞ് അമ്മയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി, ജയ ആൻറ്റിയും ഗോപനങ്ങളും. അങ്ങനെ അവിടെ പോയി പൊങ്കാല പൈസ ഒക്കെ കഴിച്ചു ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.